NSS ആസ്ഥാനത്തെ BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് മുന്നിൽ കീഴടങ്ങാതെ പ്രതിരോധിച്ചു നിർത്തിയ ജി സുകുമാരൻ നായരുടെ നിലപാടുകളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നത്. ഡൽഹിയിൽ മന്നൻ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NSS നേതൃത്വത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത്. പെരുന്നയിലെ ആസ്ഥാനം സ്വയം ശുദ്ധീകരിക്കപ്പെടണമെന്നും പഴയ രീതികൾക്ക് ബദൽ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്നുമാണ് സുരേഷ് ഗോപി പരോക്ഷമായി ആഞ്ഞടിച്ചത്. വ്യക്തികൾക്ക് ആധിപത്യമുള്ള ഇത്തരം സംഘടനകളിൽ മാറ്റം വരണമെന്ന ഉപരാഷ്ട്രപതിയുടെ വാക്കുകളും പെരുന്നയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഡൽഹിയിലെ NSS ഭാരവാഹികളെ കൂട്ടുപിടിച്ച് പെരുന്നയിലെ ഔദ്യോഗിക നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനും സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാനുമുള്ള വളരെ കൃത്യമായൊരു നീക്കമാണ് BJP അവിടെ നടത്തിയത്. എന്നാൽ ഈ കടുത്ത രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മുന്നിലും തന്റെ മുൻഗാമിയായ PK നാരായണ പണിക്കരെ പോലെ കടുത്ത ജാഗ്രതയോടെ NSSനെ സംഘപരിവാർ പാളയത്തിലെത്തിക്കാതെ കാത്തു സൂക്ഷിക്കുകയാണ് സുകുമാരൻ നായർ ചെയ്യുന്നത്. ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും വിമർശനങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും ഇതിനൊന്നും മറുപടി നൽകാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് സുകുമാരൻ നായർ വ്യക്തമാക്കിയത്. 2026 ഫെബ്രുവരിയിൽ മന്നൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്താനെത്തിയ ഉപരാഷ്ട്രപതിക്ക് പ്രോട്ടോകോളിന്റെ പേരിൽ നായയെ കയറ്റി പരിശോധന നടത്താൻ അനുമതി നൽകാതിരുന്നതാണ് ഈ തർക്കങ്ങൾക്ക് ആധാരം. സമാധി സ്ഥലം ക്ഷേത്രം പോലെ പവിത്രമാണെന്നും അവിടെ ഡോഗ് സ്ക്വാഡിനെ കയറ്റാൻ ആവില്ലെന്നുമുള്ള കണിശമായ നിലപാടാണ് NSS സ്വീകരിച്ചത്. മുൻപ് സുരേഷ് ഗോപി എത്തിയപ്പോൾ NSSന്റെ ആഭ്യന്തര ബജറ്റ് സമ്മേളനത്തിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തെ തടഞ്ഞതെന്നും മന്നൻ സമാധിയിൽ ആർക്കും വിലക്കില്ലെന്നും സുകുമാരൻ നായർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ വേടുറപ്പിക്കാൻ നായർ സമുദായത്തെയും NSSനെയും സ്വന്തം പോക്കറ്റിലാക്കാൻ സംഘപരിവാർ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. RSS നേതാക്കൾ രാഖി ധരിപ്പിക്കാൻ എത്തിയപ്പോൾ അത് വിലക്കിയതും ശബരിമല പ്രക്ഷോഭകാലത്തെ നാമജപ ഘോഷയാത്രകളുടെ വോട്ട് നേട്ടം BJPക്ക് കിട്ടാതെ പോയതുമെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് വേഗത്തിൽ വഴങ്ങി ഒടുവിൽ BDJS എന്ന പാർട്ടി രൂപീകരിച്ച് NDAയുടെ ഭാഗമായി മാറിയ SNDP നേതൃത്വത്തിന്റെ നിലപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സുകുമാരൻ നായരുടെ വഴി. BJP തങ്ങളുടെ സംഘടനയെ വിഴുങ്ങുമെന്ന കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് സുകുമാരൻ നായർ ഒരു കൈയകലത്തിൽ അവരെ മാറ്റി നിർത്തുന്നത്. സുകുമാരൻ നായരുടെ ഈ പ്രതിരോധം തങ്ങളുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ BJP സംസ്ഥാന നേതൃത്വം ഒടുവിൽ ഡാമേജ് കൺട്രോളുമായി രംഗത്തിറങ്ങേണ്ടി വന്നു. BJP NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും ജി സുകുമാരൻ നായരെ ഏറെ ബഹുമാനിക്കുന്നുവെന്നും വ്യക്തമാക്കി സംസ്ഥാന പ്രസിഡന്റ് പ്രസ്താവന ഇറക്കിയത് സുരേഷ് ഗോപിയുടെയും ഉപരാഷ്ട്രപതിയുടെയും നിലപാടുകളെ തള്ളിക്കൊണ്ടാണ്. ഈ രാഷ്ട്രീയ നാടകങ്ങളിലൂടെ പെരുന്നയിലെ BJPയുടെ അജണ്ടകളെ സുകുമാരൻ നായർ പൂർണ്ണമായും പൊളിച്ചെടുക്കിയിരിക്കുകയാണ്. SNDPയെ കൂടെ നിർത്തി മഞ്ഞ കളറുള്ള SNDPയെ കാവി പുതപ്പിച്ച BJPക്ക് NSSനെ ഒരു കാലത്തും വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനമാണ് BJP ഇപ്പോൾ ചൊടിപ്പിച്ചതും ബദലായി ഒരു മന്നൻ സമാധി ഡൽഹിയിൽ രൂപം കൊണ്ടതും. സത്യത്തിൽ BJPയുടെ ഭീഷണിയാണിപ്പോൾ കാണാവുന്നത്. എന്നാൽ എന്നും കോൺഗ്രസിന്റെ സമദൂരത്തിനോടൊപ്പം നിൽക്കുന്ന NSS ഇന്നും BJP അജണ്ടകളെ പൊളിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്.